പോരാട്ടങ്ങളിൽ പതറാത്ത മനസാന്നിധ്യമാണ് പിണറായി വിജയന്റെ വളർച്ചയുടെ അടിത്തറ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ തുടങ്ങി PB അംഗം വരെ എത്തി നിൽക്കുന്ന കാലയളവിലെടുത്ത ഗൗരവമുള്ള ചിന്തകൾ പിണറായിയെ വ്യത്യസ്തനാക്കി. സംസ്ഥാന ഭരണത്തിന്റെ തലപ്പത്തേക്ക് കൂടി പിണറായി കാലെടുത്ത് വെക്കുമ്പോൾ ഒരു മാറ്റം എന്നത് എല്ലാ തരത്തിലും പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ. ഗൗരവത്തെ ഏത് തരത്തിൽ ആളുകൾ വിലയിരുത്തിയാലും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും വ്യക്തമായ ധാരണ വെക്കുന്നതാണ് പിണറായിയുടെ രീതി. അതിനപ്പുറത്തേക്കുള്ള കടന്നാക്രമണങ്ങൾക്ക് നല്ല നമസ്കാരം പറയാനും മടിക്കാത്ത സഖാവ്. ജീവിത പ്രാരാബ്ധത്തിൻ്റെ അനുഭവത്തിൽ ചിരി ഏറെ വരാത്ത കുട്ടിക്കാലമായിരുന്നു വിജയൻ്റേത്. 10ാം തരം കഴിഞ്ഞപ്പോൾ പട്ടിണി മാറ്റാൻ നെയ്ത്തുജോലിക്കാരനായി. 1 വർഷം കഴിഞ്ഞ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ചേർന്ന വിജയൻ എക്കണോമിക്സിൽ ബിരുദമെടുത്തു. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSFന്റെ ഭാഗമായതിലൂടെ രാഷ്ട്രീയത്തിലേക്കും രംഗപ്രവേശം ചെയ്തു പിണറായി. KSFന്റെയും KYSFന്റെയും സംസ്ഥാന പ്രസിഡന്റായി. തലശ്ശേരി കലാപം നടക്കുന്നിടത്തേക്ക് ചുവന്ന കൊടി കെട്ടിയ കാറിൽ വന്ന് ജനങ്ങൾക്കിടയിൽ സധൈര്യം ഇറങ്ങിയെടുത്താണ് പിണറായി വിജയന്റെ ചങ്കൂറ്റം പ്രകടമായത്. MV രാഘവന്റെ പ്രവർത്തന ശൈലി കൂടി മാതൃകയാക്കി 24ാം വയസ്സിൽ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി. 1970 നിയമസഭയിലേക്ക് കൂത്തുപറമ്പിൽ മത്സരിച്ച് സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന താഴത്തി രാഘവനെ 743 വോട്ടിന് തോൽപ്പിച്ചു. 77 കൂത്തുപറമ്പിൽ ഭൂരിപക്ഷം 4000-ലേറെയാക്കി. വീണ്ടും സംഘടനാ പ്രവർത്തനത്തിലേക്ക് വ്യാപൃതനായപ്പോൾ 86 CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമെത്തി. 96 പയ്യന്നൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടിയ പിണറായി നായനാർ മന്ത്രിസഭയിൽ സഹകരണ വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റു. 98 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് പിണറായി പാർട്ടിയുടെ സംസ്ഥാനത്തെ അമരക്കാരനായി. എതിർചേരികൾക്കെതിരെ പോരാടാൻ VS അച്യുതാനന്ദനായിരുന്നു പിണറായിയെ നേതൃസ്ഥാനത്തേക്ക് കൈപിടിച്ചത്. 2015 ഫെബ്രുവരി 23-ന് പിണറായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ VSുമായുള്ള അകലം അളന്നു തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ദൂരത്തായിരുന്നു. മന്ത്രിയായിരിക്കെ SNC ലാബിനുമായി ഉണ്ടാക്കിയ കരാറിലെ CAG റിപ്പോർട്ടും CBI അന്വേഷണവും പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത ഏടായി. അന്ത്യകൂദാശ വിവാദത്തിൽ താമരശ്ശേരി ബിഷപ്പിനെതിരെയുള്ള നികൃഷ്ടജീവി പ്രയോഗവും TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് വിശേഷിപ്പിച്ചതും കാന്തപുരത്തിന്റെ തിരികേശത്തെ ബോഡി വേസ്റ്റാക്കിയതും കൊല്ലത്തെ പരനാറി പ്രയോഗവുമെല്ലാം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചിലതെല്ലാം ആവർത്തിക്കുകയും ചെയ്ത പിണറായിയുടെ രീതി മുഖ്യമന്ത്രി എന്ന നിലയിൽ എത്ര കണ്ട് ഫലവത്താകും, അതെങ്ങനെ ജനങ്ങൾ വിലയിരുത്തുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കണ്ണൂരിൽ നിന്നും K. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.